ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രസന്നിധി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പെരുമ്പാവൂർ മൂവാറ്റുപുഴ റോഡിൽ വെങ്ങോലയ്ക്ക് സമീപമുള്ള പൂനൂരിലാണ് ഈ ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. കിഴക്കോട്ട് ദർശനമായി കിരാതമൂർത്തി ഭാവത്തിലുള്ള മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. മഹാദേവന് കൂടാതെ ഉപപ്രതിഷ്ഠയായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ മഹാഗണപതിയെയും ദക്ഷിണമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിൽ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ ഒരു ശ്രീകോവിലിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനടുത്തായി ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലെ നാഗത്തറയിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. പൂനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ ക്ഷേത്രകുളം. ഈ ക്ഷേത്രകുളത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതുമാത്രമല്ല, ശ്രീകോവിലിന് നേർ അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രകുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ പ്രധാന ശ്രീകോവിലിന് നേരെ ക്ഷേത്രകുളങ്ങൾ ഉണ്ടെങ്കിലും വളരെ കൃത്യമായി നേർരേഖയിലല്ല അവ ഒന്നും തന്നെ. അതുമാത്രമല്ല, ഈ കുളം ഇവിടെ തീർത്ഥക്കുളമായാണ് സംരക്ഷിച്ചു വരുന്നത്. ഉത്സവ സമയത്ത് ഭഗവാൻ ആറാട്ടം നടത്തുന്നത് ഈ തീർത്ഥക്കുളത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കൊടിമരം അഥവാ ധ്വജപ്രതിഷ്ഠ. 2006 ഈ ധ്വജപ്രതിഷ്ഠ നടന്നത്. കർപ്പൂരാദി കലശത്തോടെയാണ് ആ ചടങ്ങ് നടത്തപ്പെട്ടത്. പുണ്യപുരാതനമായ വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കിരാതമൂർത്തിയായ ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക്. ക്ഷേത്രസന്നിധി. പ്രാചീന കാലത്ത് ഈ ക്ഷേത്ര പരിസരം ചെറു കാടുകളെ കൊണ്ടും വ്യത്യസ്തങ്ങളായ ജലാശയങ്ങളെ കൊണ്ടും അലങ്കൃതമായ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. ആ കാലത്ത് ദിവ്യനായ ഒരു യോഗീശ്വരൻ ഈ പ്രദേശത്ത് വരികയും അദ്ദേഹം ഇവിടെ ഒരു പർണശാല കെട്ടി മഹാദേവനെ പത്നിസമേതനായ കിരാതമൂർത്തിയായി സങ്കല്പിച്ച് ആരാധന നടത്തി വരികയും ചെയ്തു. കാലാന്തരത്തിൽ യോഗീശ്വരൻ സമാധിയാവുകയും പിന്നീട് ഈ പ്രദേശം ദീർഘകാലത്തേക്ക് വനാവൃതമായി കിടക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. കുറേ ബ്രാഹ്മണർ ഈ പ്രദേശത്ത് വരികയും ഇവിടെ ശിവചൈതന്യം മനസ്സിലാക്കിയ അവർ പിന്നീട് കുടുംബസമേതം ഈ പ്രദേശത്ത് വന്ന് താമസമാക്കുകയും ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കിരാതമൂർത്തി ഭാവത്തിൽ എല്ലാ ദിവസവും പൂജാതി കർമ്മങ്ങൾ നടത്തി അവർ ഭഗവാനെ ആരാധിച്ചു. ഭഗവാന്റെ ചൈതന്യം ഈ പ്രദേശത്ത് വ്യാപിച്ചതോടുകൂടി ഈ സ്ഥലം അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ബ്രാഹ്മണർ ഈ സ്ഥലത്ത് ഭഗവാന് ചുറ്റമ്പലവും മതിൽക്കെട്ടും അതോടൊപ്പം ഒരു വേദപഠന കളരിയും ആരംഭിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രം വളരുകയും ക്ഷേത്രത്തിന് ഭൂസ്വത്ത് ഉണ്ടാവുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ വരുമാനം വർദ്ധിച്ചതോടുകൂടി ബ്രാഹ്മണർ ക്ഷേത്രത്തിൽ ഉത്സവവും ആറാട്ടും മറ്റ് ആഘോഷങ്ങളും നടത്തി. അവർ ക്ഷേത്രത്തിന് സ്ഥിരപരിചാരകരെയും നിയമിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. ഉദ്ദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരും നാടുവാഴികളും ഭൂപ്രഭുക്കന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തെ തുടർന്ന് ഈ ക്ഷേത്ര പരിസരം കലാപഭൂമിയായി മാറി. അങ്ങനെ ഈ ക്ഷേത്ര പരിസരം ചില ഭൂപ്രഭുക്കന്മാരുടെ അധീനതയിൽ വന്നുയർന്നു. അതോടുകൂടി ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ഇല്ലാതെയായി. കാലക്രമേണ ഈ ക്ഷേത്രം നശിക്കുകയും കാടുപിടിച്ചു കിടന്ന ക്ഷേത്രം കള്ളന്മാരുടെ സങ്കേതമായി മാറുകയും ചെയ്തു. ഒടുവിൽ ഈ ക്ഷേത്രം അഗ്നിക്കിരയായി തീർന്നു. ക്ഷേത്രം നശിച്ചതോടുകൂടി രാജകുടുംബങ്ങളും ബ്രാഹ്മണ കുടുംബങ്ങളും നശിക്കാൻ തുടങ്ങി. അവരുടെ കുടുംബങ്ങളിൽ ദുർമരണങ്ങൾ പതിവായി.
ഇത് മനസ്സിലാക്കിയ ചില കുടുംബക്കാർ ക്ഷേത്രത്തിലെ ഭഗവാന് നേദ്യങ്ങൾ മാത്രം സമർപ്പിച്ചു. അപ്പോഴേക്കും മുൻ തലമുറയിലുള്ളവരെല്ലാം തന്നെ നശിക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു. 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണെന്നോ ഭഗവാന്റെ ഭാവം എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് ഈ ക്ഷേത്രത്തിൽ കിരാതമൂർത്തി ഭാവത്തിലുള്ള ശിവനാണ് കുടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. കിരാതമൂർത്തിയായ ഭഗവാനോടൊപ്പം അവർ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഭഗവതിയെ കുടിയിരുത്തി. കൂടാതെ ഉപപ്രതിഷ്ഠകളായി ദക്ഷിണാമൂർത്തി, ഗണപതി, ശാസ്താവ്, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗേശി എന്നിവരെയും പ്രതിഷ്ഠിച്ചു. കിരാതമൂർത്തിയായ ഭഗവാന് മുമ്പേ ഈ പ്രദേശത്ത് ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് നാളുകൾ കഴിയുന്തോറും ക്ഷേത്രം പുരോഗതിയിലേക്ക് കുതിക്കുകയും ഭഗവാന്റെ ചൈതന്യം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ അഷ്ടമംഗലി പ്രശ്നം വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം നടത്തുകയും ചെയ്തു. അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൂനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവഭഗവാൻ തൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും പ്രതാപവും വീണ്ടെടുത്ത് തൻ്റെ ഭക്തജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വ അനുഗ്രഹങ്ങളും നൽകി ഇവിടെ വാണരുളുന്നു. ഓം നമഃ ശിവായ. ഇവിടുത്തെ പ്രധാന മൂർത്തിയായ മഹാദേവൻ കിരാതമൂർത്തിയായിട്ടിരിക്കുന്നതാണ്. അവിടുത്തെ പ്രധാന വഴിപാട് ജലധാരയാണ്. അത് 101 1000 ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഏറ്റവും നല്ലതാണ്. സാധാരണ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതാണ് ജലധാര. നമ്മുടെ ദോഷവശങ്ങൾ എന്തുണ്ടെങ്കിലും അത് മുഴുവൻ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ജലധാരകൾ. പിന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അഘോരമന്ത്ര പുഷ്പാഞ്ജലി, അങ്ങനെ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി സൗഭാഗ്യം ഉണ്ടാകാനുള്ളതാണ്. അഘോരമന്ത്ര പുഷ്പാഞ്ജലി നമ്മുടെ ദോഷവശങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനുള്ളതാണ് അഘോരമന്ത്ര പുഷ്പാഞ്ജലി. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുവിനെ ജയിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകണം. അതായത് സുഖമില്ലാതെ എടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കതിന് അസുഖങ്ങളൊക്കെ മാറി പഴയ രീതിയിലേക്ക് വരാനും എല്ലാം ഏറ്റവും പെട്ടെന്ന് ഉള്ള ഒരു മാർഗമാണ് ഭഗവാന്റെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. പിന്നെ ശംഖാഭിഷേകം,
ഗണപതി ഭഗവാനാണ് അടുത്തത്. ഗണപതി ഭഗവാന് ഗണപതി ഹോമമാണ് പ്രധാനമായിട്ട് ഉള്ളത്. നമ്മുടെ തടസ്സങ്ങളെല്ലാം നീങ്ങുക, നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് ദക്ഷിണാമൂർത്തിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും മറ്റുള്ള ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം, ജോലിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവാനും എല്ലാത്തിനും കൂടി ഉള്ളതാണ് ദക്ഷിണാമൂർത്തികളുടെ പുഷ്പാഞ്ജലി. പിന്നെ ഉള്ളത് ദുർഗാ ഭഗവതിയാണ്. ദുർഗാ ഭഗവതിക്ക് ഭഗവതി സേവ ആണ് മിക്കവാറും വരുന്നുണ്ട്. അത് ഏറ്റവും സർവ്വ ഐശ്വര്യമാണ്. ഇവിടെ ഒരു നല്ലൊരു ചൈതന്യമാണ് ഭഗവതിയുടെ അടുത്തുള്ളത്. അപ്പോൾ ആ ചൈതന്യം നമുക്ക് കുടികൊണ്ടാലേ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി നമുക്ക് സർവ്വ ഐശ്വര്യവും വരുവുള്ളൂ. അതാണ് അതിൻ്റെ. പിന്നെ ഇവിടുത്തേത് അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമി നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയല്ലോ, ഏറ്റവും നല്ലത്. എനിക്കുണ്ടായാലും ഞാൻ വന്നിട്ട് ഒരുപാട് നാളായില്ല, 1.5 വർഷമേ ആയുള്ളൂ. ഞാനിവിടെ ഉണ്ടായാലും ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഈ അയ്യപ്പസ്വാമിയുടെ എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ളത് പിന്നെ പ്രതിഷ്ഠ വെച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ അവസരം കിട്ടി. അത് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യം ഉണ്ടാകാനായിട്ട് ഭഗവാന്റെ അടുക്കെ പുഷ്പാഞ്ജലികൾ, നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവ്വദോഷങ്ങളും പോകാനുള്ളതാണ്. എല്ലാ ദോഷങ്ങളും പോകും, അതാണ് നീരാഞ്ജനം. ശനിദശയുടെ ദോഷവശങ്ങളാണ് കൂടുതലായിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് നീരാഞ്ജനം. പിന്നെ നമ്മുടെ സർപ്പദൈവങ്ങളാണ് നാഗരാജാവും നാഗേഷിയാണ്. അവർക്ക് ആയില്യപൂജയുണ്ട്. ആയില്യപൂജയ്ക്ക് നമ്മൾ എല്ലാവരും വന്ന്, എല്ലാ മാസത്തിലും ആയില്യപൂജയുണ്ട്. ആയില്യപൂജയുണ്ട്. ആയില്യപൂജയ്ക്ക് എല്ലാവരും വന്ന് കണ്ടു തൊഴുത് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം മേടിച്ച് പോകുന്നുണ്ട്. എല്ലാവരുടെയും തടസ്സങ്ങൾ നീങ്ങി എല്ലാവർക്കും സർവ്വ ഐശ്വര്യം വരും. പിന്നെ പ്രദോഷമാണ്. പ്രദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ കിട്ടാത്ത കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കാര്യം വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത്, മഹാദേവൻ്റെ അടുത്ത് നോക്കുന്ന നോയമ്പാണ് പ്രദോഷ വ്രതത്തിന് നോക്കുന്നത്. ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം ഇവിടെ, അതായത് നമ്മുടെ സാധാരണ ഉള്ളവർക്കൊക്കെ ഇവിടെ കഴിച്ചാൽ മതി. പിതൃക്കളുടെ ദോഷങ്ങൾ അങ്ങനെയുള്ളവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് രക്ഷസിൻ്റേതായിട്ടുള്ള വീട്ടിലത്തെ രക്ഷസിൻ്റെ ദോഷങ്ങളുണ്ടാവും, അതിനാണ് പത്മമിട്ട് പൂജ ചെയ്യണം, ഈ പാൽപ്പായസം നീതിക്കണം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നട തുറന്ന്, 5:10 പ്രവേശനം അകത്തോട്ട്. 5 മണിക്ക് നട തുറന്ന് 10 മണിക്ക് അടയ്ക്കും. വൈകുന്നേരം 5:30 നട തുറന്ന് 7:30 അടയ്ക്കും. പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ അഭീഷ്ടവരദായകനാണ്. എന്നാൽ തന്നെയും ഭക്തരെ പരീക്ഷിക്കുന്നവനും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. ആയതിനാൽ ഈ ക്ഷേത്രത്തിലെത്തുന്നവർ, പ്രത്യേകിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ, സമസ്താപരാധം പൊറുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് വേണം ഈ ഭഗവാനെ ദർശനം നടത്തുവാൻ. കിരാതമൂർത്തിയായ ഭഗവാനേക്കാൾ മുമ്പ് ഈ പ്രദേശത്ത് കുടികൊണ്ടതാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി ഗുരുസ്ഥാനീയനായതിനാൽ വിദ്യാവിജയത്തിനും ബുദ്ധിവർദ്ധനവുമായി ദക്ഷിണാമൂർത്തിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്കായി വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയവും ദീർഘായുസ്സും ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദുർഗാ ഭഗവതി സർവ്വ ഐശ്വര്യദായികയും മംഗല്യവരദായിനിയുമാണ്. ഈ ഭഗവതിയുടെ തിരുനടയിലെത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സർവ്വ ഐശ്വര്യവും ദാമ്പത്യ സുഖവും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 23 വർഷമായി. അന്ന് മുതൽ നമ്മുടെ ഏറ്റവും അടുത്ത അമ്പലവും നമ്മുടെ കുടുംബ ക്ഷേത്രം പോലെ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് എന്ത് വന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് നടത്തി തരുന്ന ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളത്. ഒരു 4 വർഷമായി എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഭഗവാനെ വിളിച്ച്. അപ്പോൾ ഇവിടെ അന്നത്തെ പൂജ നടത്തി എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റം വന്നു. പെട്ടെന്ന് ഒരു ദീപാരാധനയൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ വെന്റിലേറ്ററിൻ്റെ പവർ കുറച്ച്. അത് നല്ലൊരു അനുഭവമായിരുന്നു. അന്ന് തൊട്ടാണ് ഇത് ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ഭഗവാനാണ്.
നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇപ്പൊ ഇവൻ ഇവിടെ അടിമ എടുത്തേക്കുന്നതാ. അടിമ എടുത്തതെന്ന് പറഞ്ഞാൽ ഇവൻ ജനിക്കുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ആ സമയത്ത് അമ്മ നേർന്നതായിരുന്നു. അപ്പം 3 വർഷം ഇവിടെ പൂണൂർത്തേവർക്ക് അടിമ കിടത്താം എന്നുള്ളൊരു നേർച്ച അമ്മ നേർന്നിരുന്നു. ഇവൻ ജനിച്ചിട്ട് ഇപ്പം 3 വയസ്സായി. അങ്ങനെ 3 വർഷം അവനെ കറക്റ്റ് പിറന്നാളിന് തൊട്ട് മുന്നേ കൊണ്ടുവന്നിട്ട് അടിമ കിടത്തും. അപ്പോൾ തേവര് നോക്കും എന്നുള്ള, അതായത് തേവരുടെ അടിമയാണ് ആയിട്ട്, അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തേവരുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. എൻ്റെ വീട് ഇവിടെയല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പൂനൂരമ്പലം എന്ന് കേട്ടിട്ടുള്ള ഒരു ഇതുള്ളൂ എനിക്കായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ആ 3 വർഷം ഇനി പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പൂനൂർത്തേവരെ കാണാൻ വരാറുണ്ട്. പൂനൂർത്തേവരെ അനുഗ്രഹം കൊണ്ട് എന്നിപ്പം ഒരു കുഞ്ഞുണ്ടായി, നല്ലൊരു ജീവിതം മുന്നോട്ട് പോകുന്നു. ഞങ്ങളൊരു വീട് പണിയുന്നുണ്ട്, എല്ലാം തേവരുടെ അനുഗ്രഹം കൊണ്ടാണ്. എൻ്റെ മകളുടെ കുട്ടി പഠിക്കാൻ മോശമായിരുന്നു. കോളേജിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ 1 വർഷം ഉഴപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ട് ഞാൻ 4 വർഷം എന്നോട് താര നടത്താൻ പറഞ്ഞു. അത് നടത്തി തുടങ്ങിയപ്പോൾ കുഴപ്പമുണ്ടായില്ല. പിന്നെ തൊട്ട് അവൻ പഠിക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ ജോലിയും കിട്ടി, പഠിത്തവും കഴിഞ്ഞു. ഞാൻ ഈ നാട്ടിലെത്തിച്ചേർന്ന് 17 കൊല്ലമായി. വിവാഹം കഴിച്ചിവിടെ എത്തിയ ആളാണ്. അപ്പം എനിക്ക് ആദ്യം ഇവിടെയൊക്കെ പറഞ്ഞു കേട്ട അറിവുള്ളൂ പൂണൂരമ്പലത്തിനെ കുറിച്ച്. ഇവിടെ വന്ന് പിന്നെ അത് മനസ്സിലാക്കാൻ സാധിച്ചു അതിന് എത്രത്തോളം ശക്തിയുണ്ടെന്നും. അന്നത്തെക്കാളും ഒക്കെ ഇപ്പോൾ ഒത്തിരി പുരോഗമനം ഉണ്ടായി. അതിനുവേണ്ടി കുറേ പേര് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുകയുണ്ടായി. സത്യം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത്രയും ഒരു നിലയിൽ എത്തിച്ചേർന്നത്. പിന്നെ നമ്മുടെ ഏത് കഷ്ടതയിലാണെങ്കിലും നമ്മുടെ ഐശ്വര്യത്തിലാണെങ്കിലും പൂണൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നമ്മൾ എന്ത് കഷ്ടത ഉണ്ടായാലും അല്ലെങ്കിൽ വിഷമം വന്നാലും നമ്മുടെ തേവരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ഉണ്ടാവും. കാരണം അതിന് നമുക്ക് ഫലം കണ്ടെത്തും. ശരിക്കും അത് ഒരു രീതി അല്ലെങ്കിൽ വേറൊരു രീതിക്ക് എന്തായാലും ഇത് ഈ നാട്ടിൽ എത്തിച്ചേർന്ന ഒരു ഐശ്വര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ കുറച്ച് നാളായിട്ട് ഒരു വീട് വിൽക്കുന്ന കാര്യത്തിന് വേണ്ടി ചെന്നൈയിൽ പോയതാണ്. അവിടെ പല ബുദ്ധിമുട്ടുകളും വന്നപ്പോഴെല്ലാം പൂനൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നല്ല രീതിയിൽ അത് നടന്ന് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ച വഴിപാടുകളും നേർന്നു. അതുകൊണ്ട് പൂനൂരപ്പനാണ് രക്ഷ. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഒരു 5 വയസ്സ് മുതൽ ഞാനിവിടെ അമ്പലത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം ഒരുപാട് മുടിഞ്ഞ് നിരങ്ങി കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു. ഞങ്ങളുടെ വീട്ടുകാരായിട്ട് തന്നെ ഇവിടെ നിത്യപൂജ ഇല്ലാതിരുന്നിട്ട് ഈ എല്ലാ മാസവും പ്രദോഷം ഏറ്റെടുത്ത് നടത്തി അവിടെ ഇങ്ങനെ ഓരോ ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ചുവേലിക്ക് എഴുന്നള്ളിക്കാൻ യാതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് കാളപ്പുറത്തൂടെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ അച്ഛനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും ഞങ്ങളിവിടെ ഓരോ വഴിപാടുകൾ നടത്തിച്ചിട്ടുണ്ട്. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഈ പൂനൂർത്തേവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു നിത്യപൂജയ്ക്ക് പോലും ഒരു വഴിയില്ലാതെ ഇരുന്ന സമയത്താണ് പിന്നത്തെ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ ആൾക്കാർ അവരെ അത് ഏറ്റെടുത്തപ്പോൾ തുടങ്ങി. അന്ന് മുതൽ പൂനൂരമ്പലം പുരോഗമിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇവിടുത്തെ ദേവനും ഞങ്ങളും ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു സാന്നിധ്യം മഹാദേവൻ്റെ ഞങ്ങൾക്ക് കിട്ടി. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ഇതും നമ്മൾ എന്ത് സാധിക്കണമെന്ന് വിചാരിച്ച് വന്നാലും അത് നമുക്ക് മഹാദേവൻ സാധിച്ചു തരും. എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോനെ കല്യാണം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഒരു 12 സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിന് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടിരുന്നു പറഞ്ഞു. അങ്ങനെ മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ 12 പുഷ്പാഞ്ജലി ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മോന് കല്യാണമായി. എൻ്റെ മക്കളൊക്കെ ആണെങ്കിലും നല്ല പഠിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് എന്ത് വിഷമം വന്നാലും നമ്മൾ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ആ വിഷമം നീങ്ങിയിരിക്കും. നമുക്കെല്ലാം കൊണ്ടും ഭഗവാൻ നല്ലൊരു അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. ഓം നമഃ ശിവായ. ഞാൻ വന്നിട്ട് ഞങ്ങളുടെ വീട് കടയിരിപ്പിലായിരുന്നു. ഞങ്ങൾ വിറ്റേച്ച് പോന്നിട്ട് 15 വർഷം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ താമസമാക്കി. നല്ല നിലയിൽ എന്ന് പറയുമ്പോൾ പൂണൂർത്തേവരുടെ ഒരു സഹായം കൊണ്ട് എനിക്ക് സുഖമില്ലായിരുന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിച്ച് അങ്ങനെ 4-5 കൊല്ലം ഇങ്ങനെ മരുന്നിലാണ്. ഇപ്പോഴും മരുന്നിലാണ്. ചത്തേച്ച് അങ്ങലോകം കണ്ടേച്ച് ഇനി വന്നത് ആണ്. പൂണൂർത്തേവരുടെ സഹായം എപ്പോഴും എനിക്കുണ്ട്. ഞങ്ങൾ ഇവിടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പൂണൂർത്തേവർ. ഞങ്ങൾ വന്ന് ഇപ്പോൾ 18-19 വർഷത്തോളമായി. അപ്പോൾ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഉയർച്ചയല്ലാതെ താഴ്ച ദൂരമായിട്ടുണ്ടായിട്ടില്ല. എല്ലാം പൂണൂർത്തേവരുടെ അനുഗ്രഹം കൊണ്ടാണ്. ഒരു തവണ പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നക്കാരൻ പറഞ്ഞു
1 മീറ്റർ പുറത്തേക്ക് തള്ളിയ മതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഴയ മതിലുണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ആർക്കും അറിയാൻ പാടില്ല ആ മതിലുണ്ടായിരുന്നു എന്ന്. പക്ഷേ 1 മീറ്റർ മാറ്റി അത് കിളച്ച് കഴിഞ്ഞപ്പോൾ ചുറ്റും അതിന് മതിലുണ്ടായിരുന്നു, അടിവശം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നി. പിന്നെ എന്തോരം ബുദ്ധിമുട്ടായാലും കാര്യം ഇവിടെ ഒന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആ കാര്യം നടക്കും. ഓം നമഃ ശിവായ. പൂനൂർ മഹാദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ വെച്ച് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാണ്. എനിക്ക് വർക്ക്ഷോപ്പിൽ പോകും. നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ദുരിതങ്ങളും പറയുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളോട് പറയുന്നത് പോലെ ഭഗവാനോട് അത്രയ്ക്കും നമ്മൾ കാര്യമായി നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഹാദേവൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അത് ആരാണെങ്കിലും നമ്മുടെ പുറത്തുള്ള ദൂരെ നിന്ന് എവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും ഇതുപോലെ വരികയും നമ്മളിവിടെ പ്രാർത്ഥിച്ച് ഓരോ വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനൊരു ബലം ഉണ്ടാകും. എനിക്ക് ഇതിലൊരു ജീവിതാനുഭവം പറയാൻ പൂനൂർദേവരെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് 1 വർഷത്തിനടുത്തായി എനിക്കൊരു സ്ട്രോക്ക് വന്നു. അപ്പം ഞാനിങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കെ എനിക്ക് പെട്ടെന്ന് എനിക്ക് സംസാരം സൗണ്ടില്ലാതെ വരുന്നൊരവസ്ഥ വന്നു. അത് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ എനിക്ക് വെള്ളം ഇറങ്ങാത്ത ഒരവസ്ഥ. ഫുഡ് ഇറങ്ങാത്തൊരവസ്ഥ വന്നപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഞാൻ പോവുകയും ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ വേഗം തന്നെ സ്ട്രോക്കിൻ്റെതാണ് എന്നുള്ള രീതിയിൽ MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ MRIയിലൊന്നും കാണാത്തത് കൊണ്ട് ENTക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ സമയം ഏതാണ്ട് ഒരു 4:30 മണി സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ENTയിലേക്ക് നമ്മളെ റെഫർ ചെയ്ത് വിട്ടിട്ട് ഡോക്ടർ വേഗം തന്നെ അന്നത്തെ ഡ്യൂട്ടി അവസാനിച്ച് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ENTക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നേഴ്സ് വന്ന് പറയുകയും പോകാനായിട്ട് ഇറങ്ങിയ ഡോക്ടർ തിരികെ വന്ന് ഒന്നുകൂടി നമുക്ക് MRI നോക്കാം എന്ന് പറഞ്ഞ് MRI നോക്കിയപ്പോൾ ആണ് മിഡില ഒബ്ലാങ്കുട്ട എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ സ്ട്രോക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും, അപ്പോൾ ഡോക്ടർ അപ്പോഴേ പറഞ്ഞു താൻ വളരെ ഭാഗ്യവാനാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു കാര്യം അപൂർവമായിട്ടാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതറിഞ്ഞ് ഇപ്പം തന്നെ അറിഞ്ഞ് അതിന് വേണ്ട ചികിത്സ കൊടുത്തില്ലെങ്കിൽ ശരിക്കും മെമ്മറി ലോസാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്. ശരിക്കും നമ്മൾ ആ രീതിയിൽ വന്നേനെ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകാൻ നേരം നമ്മൾ പൂനൂർദേവരെ സ്മരിക്കുകയും നമ്മൾ ദൈവമേ നമ്മൾക്ക് വേണ്ട അനുഭവത്തിൽ അത് കാര്യങ്ങൾ നമുക്ക് ശരിക്കും അനുഭവത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ രീതിയിൽ ഉള്ള അനുഭവമുള്ള ഒരു ക്ഷേത്രമാണ് പൂനൂർ മഹാദേവ ക്ഷേത്രം. ഞാൻ രാജഗോപാലമേനോൻ, ഭാഗവതാചാര്യനാണ്. പെരുമ്പാവൂർ താമസിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് പണിത്. എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ മക്കളൊക്കെ ഇവിടെ ജോലി കിട്ടി. അല്ല, മക്കളൊക്കെ ഇവിടെ ആരുമില്ല, എല്ലാവരും ജോലി സ്ഥലത്താണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് പറയും, വെച്ചാൽ ഒരു ധാര കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കാര്യം ഓക്കെ. അങ്ങനെ എല്ലാ കാര്യവും. പിന്നെ ഞാൻ എന്നെ കാണാൻ വരുന്ന ആൾക്കാരോട് പറയും, ഇങ്ങനെ നല്ലൊരു ക്ഷേത്രമാണ്, അവിടെ എന്ത് കഴിച്ചാൽ ധാര കഴിച്ചാൽ വളരെ വിശേഷം, എന്ത് വഴിപാട് കഴിച്ചാലും അതിന് ബലം ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കഴിക്കാറുണ്ട്. ഭഗവാൻ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഭഗവാനാണ്. ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 25 വർഷമായി ഇപ്പോൾ ഇവിടെ താമസിക്കണം. ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾക്കൊരു സങ്കടങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പ്രശ്നങ്ങളായിട്ട് ഇവിടെ എന്തെങ്കിലും വീട്ടിൽ ഒരേട്ടൻ നോക്കാൻ തന്നെയാണ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ധാര കഴിച്ചാൽ മതി, അപ്പം ശരിയാവുമെന്ന് പറയും. അത് അവരെനിക്ക് തന്നുകൂടും. ഞാനിവിടെ ധാര കഴിക്കുക. എൻ്റെ മക്കൾക്കാണ് 101 കുടം ധാര. ഗൾഫിൽ പോകാൻ വീട്ടിൽ ആൾക്കാർ വന്ന് വീട്ടിൽ പറയും, അപ്പോൾ ഒരേട്ടൻ പറയും ഇവിടെ 101 കുടം ധാര കഴിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ചിട്ട് വല്ല ഗൾഫിൽ പോയ ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരു നിവൃത്തിയില്ലാതെ ഇവിടെ കഴകവേല ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചിന് ജോലിയായി. അച്ഛനാണ് ആദ്യം ഇവിടെ കഴകവേല ഏറ്റെടുത്ത്. എൻ്റെ ചേട്ടൻ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്തു. കുറച്ചുകൾ പഠിത്തമായിട്ട് മാറി നിന്നു. അത് കഴിഞ്ഞ് ക്ഷേത്രം പുരോഗമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു വീടിനടുത്ത് തന്നെ അമ്പലത്തിൻ്റെ സൈഡ് തന്നെ ഒരു പാടം മേടിച്ചു. അത് അമ്പലത്തിലേക്ക് ആവശ്യമായി വന്നപ്പോൾ ഞാൻ അത് അമ്പലക്കാർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അത് വിട്ടുകൊടുത്തു. ഈ ഓഡിറ്റോറിയം പണിയാനായിട്ട് സ്ഥലം വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ എൻ്റെ പുരോഗതിയാണ് ഇതിന് ഏറ്റവും വലിയ, അതായത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളവർക്കുള്ള, ഈ അമ്പലം പുരോഗമിച്ചാൽ ഈ അമ്പലത്തിന് ചുറ്റുമുള്ള ഈ നാട്ടുകാർക്ക് മുഴുവൻ പുരോഗതി ഉണ്ടാവും, അത് ഉറപ്പാണ്. വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വളരെ മനോഹരമായ ഈ ഗ്രാമപ്രദേശം പുരോഗതിയുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടുത്തെ ഭക്തരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ക്ഷേത്ര ഭരണസമിതി നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കുമായി ക്ഷേത്രത്തോടനുബന്ധിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായതും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയതുമായ
ഒരു മഹാദേവ മണ്ഡപം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. 1100 പേർക്ക് ഇരിപ്പിട സൗകര്യങ്ങളും 600 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന ഊട്ടുപുരയും അടങ്ങിയതാണ് ഈ മഹാദേവ മണ്ഡപം. വിവാഹങ്ങൾക്കും മറ്റ് അനുഷ്ഠാനങ്ങൾക്കും ഉത്സവ സമയത്തുള്ള കലാപരിപാടികളും അന്നദാനവും ഈ മണ്ഡപത്തിലാണ് നടത്തുന്നത്. അതുകൂടാതെ നാടകോത്സവങ്ങളും കരാട്ടെ ക്ലാസ്, യോഗ ക്ലാസ്, ചെണ്ടമേള ക്ലാസ്, ഡാൻസ് ക്ലാസ്, PSC കോച്ചിങ്, ഹിന്ദി കോച്ചിങ്, ജ്യോത്സ്യൻ്റെ സേവനം എന്നിവയെല്ലാം ഈ മഹാദേവ മണ്ഡപത്തിൽ നടത്തിവരുന്നു. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും ഈ മണ്ഡപത്തിൽ വച്ച് അന്നദാനം നടത്തിവരുന്നു. ഞങ്ങളാണ് ഈ അമ്പലത്തിൽ അന്നദാനത്തിൻ്റെ ഇത് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ച ദിവസവും അന്നദാനം ഉണ്ട്. ഇത് ഗീത, അജി കുമാർ. അജി അമ്പലത്തിലെ കമ്മിറ്റി അംഗമാണ്. 2 വർഷത്തിൽ മുകളിലായിട്ട് ഇവിടെ അന്നദാനം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് അന്നദാനം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരുന്ന അന്നദാനമാണ്. പിന്നെ വിശേഷ ദിവസങ്ങളും ഇവിടെ അന്നദാനം ഉണ്ട്, അതും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടിയാണ് ഭഗവാന്റെ അന്നദാനം തയ്യാറാക്കുന്നത്. ബാക്കി ഇവിടെ കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും സഹായം കൊണ്ട് അന്നദാനം നടന്നു പോകുന്നു. എല്ലാവരും ഈ അന്നദാനം കഴിച്ചു പോകുന്നു. ഭഗവാന്റെ വഴിപാടാണത്. പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ മകയിര നാളിൽ ശുദ്ധിക്രിയയോടുകൂടി തുടങ്ങി ഭഗവാന്റെ പിറന്നാളായ തിരുവാതിര നാളിൽ കൊടികയറി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ടോടു കൂടിയ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഉത്സവത്തിന് ധനുമാസത്തിൽ തിരുവാതിര കൊടിയേറി നടക്കുന്ന ഉത്സവമാണ്. അതിൻ്റെ തലേ ദിവസം ശുദ്ധിക്രിയകൾ ആരംഭിക്കും. കൊടിയേറ്റിൻ്റെ തലേ ദിവസം. പിറ്റേ ദിവസം രാവിലെ ബിംബശുദ്ധി എന്ന് പറയുന്നൊരു ക്രിയയാണ്. ശതശുദ്ധിധാര, പഞ്ചകം, പഞ്ചഗവ്യം, 25 കലശം. ഇത്രയും കലശാഭിഷേകങ്ങൾ രാവിലെ ബിംബചൈതന്യത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ടുള്ളതാണ്. വൈകുന്നേരം കൊടിയേറ്റ്. പിന്നീട് രാവിലെ ദിവസേന പന്തീരടി എന്ന് പറഞ്ഞ പൂജയ്ക്ക് നിത്യം ഉള്ള പൂജകൾ ഉഷനേദ്യം, എതിർത്തപൂജ, പന്തീരടി, ഉച്ചപൂജ, അത്താഴപൂജ. ഇങ്ങനെയാണ് ഉത്സവകാലത്ത് ക്രമം. 5 പൂജയിൽ 4 പൂജയും 1 നേദ്യവും, അങ്ങനെയാണ് അതിൻ്റെ ക്രമം. അതിൽ പന്തീരടി പൂജയാണ് തന്ത്രി ചെയ്യുക. ആ പന്തീരടിക്ക് ധാര, നവകം, പഞ്ചഗവ്യം, ആ പൂജ മുഴുവനാക്കി കഴിഞ്ഞാൽ ശ്രീഭൂതബലി, അതിൻ്റെ കൂടെ മേളത്തോടു കൂടി എഴുന്നള്ളിപ്പ്. വൈകുന്നേരം ദീപാരാധന, അത്താഴപൂജ കഴിഞ്ഞാൽ ശ്രീഭൂതബലി. പിന്നെ വിളക്കാചാരമാണ്. ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് 5 പ്രദക്ഷിണമായിട്ട് മേളം കൊണ്ട് ഓരോ പ്രദക്ഷിണത്തിനും ഓരോ സമ്പ്രദായത്തിലുള്ള മേളം. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഇങ്ങനെ 5 ദിവസവും ഈ രീതിയിൽ തന്നെ. 6-ാം ദിവസം രാവിലെ ആറാട്ട്. നമ്മുടെ ദേവൻ്റെ മുമ്പിലുള്ള തീർത്ഥക്കുളത്തിൽ ദേവൻ ആറാടും. അങ്ങനെ 6-ാം ദിവസമായിക്കൊണ്ട് ഉത്സവം സമാപിക്കുക. മഹാദേവനെക്കുറിച്ച് പറയാൻ വാക്കുകളൊന്നും മതിയാവില്ല സാമാന്യേന. അല്ല, ഏതൊരു ദേവൻ്റെയും അങ്ങനെ തന്നെയാണ്. ശിവനെ സംബന്ധിച്ച് അത് കുറച്ച് അധികം ഉണ്ടാവും. കാരണം രുദ്രൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലെയും അംശങ്ങളെ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു മൂർത്തിയാണ്. ഏറ്റവും നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക കാര്യസാധ്യത്തിന് ഇത്രയും ക്ഷിപ്രപ്രസാദിയായിട്ടുള്ളൊരു ദേവൻ മഹാദേവൻ്റെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. ക്ഷിപ്രകോപിയായിട്ടുള്ള ഒരാളും വേറെ ഉണ്ടാവില്ല. അപ്പോൾ ആശ്രയിച്ചാൽ അതിനുള്ള ഫലം എന്തായാലും മഹാദേവൻ നൽകും എന്നുള്ളത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറയാൻ കിട്ടുക. ഉത്സവത്തോടനുബന്ധിച്ച് ഉൽപ്പന്ന കാണിക്ക രഥയാത്ര നടത്തി വരുന്നു. ഒരു പൂർവ്വകാല അനുഷ്ഠാനത്തിൻ്റെ പുനരാവിഷ്കാരമാണ് ഈ കാണിക്ക രഥയാത്ര. ഓം പൂനൂർ ശ്രീ മഹാദേവോ നമസ്തുതേ. പൂനൂർ ശ്രീ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ അതിവിശേഷമായി നടക്കുന്ന ഒരു ചടങ്ങാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഉൽപ്പന്ന കാണിക്ക സമർപ്പണ രഥഘോഷയാത്ര. പണ്ട് കാലത്ത് പാടശേഖരങ്ങളുടെ ഒരു നടുക്കായിരുന്നു നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും പാടങ്ങളായിരുന്നു. നെൽകൃഷിയുടെ ഒരു കലവറയായിരുന്നു പൂനൂർ പരിസരം. പണ്ട് കാലത്ത് ആനയുടെയും അമ്പാരിയുടെയും അകമ്പടിയോടുകൂടി ഇവിടെ നിന്ന് ഘോഷയാത്രയായിട്ട് ഓരോ വീടുകളിൽ ചെന്നും പറ വഴിപാട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് പണ്ട് പൂനൂരമ്പലത്തിൽ സംബന്ധിച്ച് ഉണ്ടായിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച്. എന്നാൽ കാലക്രമേണ അത് നിന്നുപോവുകയും പിന്നീട് ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കമ്മിറ്റിക്കാർക്ക് പറ വഴിപാട് പുനരാരംഭിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നുകയും അതിന് പഴയ രീതിയിൽ ആനയെ എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടുള്ള കാരണം ഞങ്ങളുടെ ആലോചനയിൽ ഒരു രഥം ഉണ്ടാക്കി അതിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഇവിടെ നിന്നും നമ്മുടെ മേൽശാന്തിയുടെ അനുഗ്രഹാശിസ്സുകൾ, പൂജാതി കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് ഭഗവാന്റെ ഈ രഥം 100 കണക്കിന് വാഹനങ്ങളുടെയും ഭക്തന്മാരുടെയും അകമ്പടിയോടുകൂടി വെങ്ങോല പ്രാന്തപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഓരോ ഭക്തന്മാരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച്
തൊഴുത് ഭഗവാന്റെ അനുഗ്രഹാശംസകൾ വാങ്ങുന്ന ഒരു വിശേഷ ചടങ്ങാണ് ഉൽപ്പന്ന കാണിക്ക സമർപ്പണ രഥഘോഷയാത്ര. ഈ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ക്ഷേത്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വലിയ വിളക്ക് ദിവസം നമുക്കിതിവിടെ ചെറിയ വിളക്ക് ദിവസമാണ് നമ്മുടെ ഉൽപ്പന്ന കാണിക്ക സമർപ്പണം. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ വിളക്കിനും നമ്മുടെ അവസാന ദിവസമായ ആറാട്ട് സദ്യയ്ക്കും ഈ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ എടുക്കുകയും ബാക്കിയുള്ള വസ്തുക്കൾ നമ്മൾ ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്യുകയാണ്. ഈ പൂനൂര് ഉൽപ്പന്ന ലേലം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന, എറണാകുളം ജില്ലയിലെ പല പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും പല ആളുകളും ഈ ഉൽപ്പന്നം ലേലം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പം നമ്മളന്ന് അതൊരു 11 മണി മുതൽ ആറാട്ട് ദിവസം ഉൽപ്പന്നം ലേലം ചെയ്ത് ആ കിട്ടുന്ന കാശ് നമ്മുടെ ക്ഷേത്രത്തിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതാണ്. ഓരോ ഭക്തജനങ്ങളും അത് അവരുടെ ഒരു സ്വന്തം ഭഗവാന്റെ സമർപ്പണം എന്ന രീതിയിൽ, ഭഗവാൻ സമർപ്പിക്കുന്ന രീതിയിൽ അതിവിശേഷമായ ചടങ്ങാണ്. ഓരോ വർഷം ചെല്ലുന്തോറും അതിമനോഹരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും അമ്പലത്തിൽ മകരത്തിരുവാതിരയാണ് പ്രധാനം. അപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് ഇവിടുന്ന് രഥയാത്ര ഈ പ്രദേശത്ത് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും വീടുകളുടെ പരിസരത്തേക്കൂടി രഥയാത്ര നടത്തുന്നുണ്ട്. അതിന് ധാരാളം പിരിവ്, കാണിക്ക, ഉൽപ്പന്നങ്ങൾ, അരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ആവശ്യം പോലെ കിട്ടാറുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അന്നദാനം അന്ന് നടത്താറുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനം നടത്തുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും, പച്ചക്കറി, അരി, എണ്ണ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അതിൽ കിട്ടാറുണ്ട്. പിന്നെ ബാക്കി വരുന്ന സാധനങ്ങൾ ലേലം ചെയ്ത് ഇവിടെ പരസ്യമായിട്ട് വിൽക്കും. അതിൽ നിന്ന് ഏതാണ്ട് 3-4 ലക്ഷം രൂപയോളം ഈ ലേലത്തിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. എല്ലാ ജാതി മത വിഭാഗങ്ങളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ വിജയവും. നമ്മൾ കൊടുക്കുന്ന ഒരു നാണയം ദേവൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ആഗമനത്തിനുള്ള പ്രത്യേക മന്ത്രം ജപിച്ച് നമുക്ക് തിരിച്ചു തരുന്നു. ഇത് നമ്മുടെ പണപ്പെട്ടിയിലോ അതോ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥലത്തോ അല്ലെങ്കിൽ വച്ചാൽ അവർക്ക് പുരോഗതി ഉണ്ടാകുമെന്നൊരു തോന്നലുണ്ട്. ധാരാളം ആളുകൾ നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ധനശ്രീ പൂജയിൽ ഇവിടെ നിന്ന് പൂജിച്ചു കൊണ്ടുപോകുന്ന ഈ നാണയം ഒരു നിധി പോലെ സൂക്ഷിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രീതിയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രവും അതുപോലുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ ഉയർത്താനും ഈ നാട്ടുകാർക്കൊരു വല്ലാത്ത മനസ്സുണ്ട്. മനസ്സിൻ്റെ കാരണം വരെ ഒന്നുമല്ല, പൂനൂരപ്പന് ഞാൻ 1 രൂപ കൊടുത്താൽ എനിക്ക് 10 രൂപയുടെ നേട്ടമുണ്ടാകും, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും. ഇവിടുത്തെ സകല ആളുകളും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭേദം കൂടാതെ ഇവിടെ പറന്നിറക്കാനും ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ ക്ഷേത്രത്തിൻ്റെ നിബന്ധനയനുസരിച്ച് സാധിക്കില്ല എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനി മറ്റു മതവിഭാഗക്കാർ വന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉത്സവങ്ങൾക്കും എല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു സന്മനസ് കാണിക്കുന്നത്. നമ്മുടെ ദേവൻ്റെ ചൈതന്യം നാടിൻ്റെ ചൈതന്യമായി ഈ കെടാവിളക്ക് പോലെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെങ്ങമല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കിരാതമൂർത്തിയായ ഭഗവാൻ സർവ്വ ഐശ്വര്യത്തോടെയും സമ്പൽ സമൃദ്ധിയോടെയും ഇവിടെ വാണരുളുന്നു. ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടാണ് ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും പുരോഗതിയെന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും വിശ്വസിക്കുന്നു. ഓം നമഃ ശിവായ. 2003 ഭരണസമിതി ആദ്യമായിട്ട് ഭരണം വെക്കുന്നത്. 1982 മുതൽ വിവിധ കമ്മിറ്റികളിൽ ഞാൻ പങ്കാളികളാണ്. പക്ഷേ തുടർച്ചയായിട്ട് 21 വർഷമായിട്ട് ഈ നിലവിലുള്ള ഭരണസമിതി ചില ഭേദഗതികളോട് മാത്രമാണ് ഭരണത്തിൽ വരുന്നത്. 2003 ഭരണത്തിന് വന്നതിന് ശേഷം 2006 കൊടിമര പ്രതിഷ്ഠ നടത്തി. കർപ്പൂരാദി കൽച്ചറോടുകൂടി കൊടിമര പ്രതിഷ്ഠയാണ് നടത്തിയത്. അതിനുശേഷം ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിമനോഹരമായ രീതിയിലുള്ള ഒരു മണ്ഡപം, പൂനൂർ ശ്രീ മഹാദേവ മണ്ഡപം എന്ന പേരിൽ 21,000 സ്ക്വയർ ഫീറ്റോട് കൂടി ഏകദേശം 1,84,00,000 രൂപ ചെലവിൽ 1,300 പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഓഡിറ്റോറിയവും 600 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഊട്ടുപുരയും അടക്കമുള്ള ഒരു മഹാസൗധമാണ് നമ്മുടെ ഈ പൂനൂർ മഹാദേവ ക്ഷേത്രം. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനമായിട്ട് അയ്യപ്പൻ്റെ ശ്രീകോവിൽ 2024 ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ പണികൾ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചെങ്കിലും ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. പിന്നീട് നടന്ന പൊതുയോഗങ്ങളിലെല്ലാം അടുത്ത ഉത്സവത്തിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തണം. ഒപ്പം തന്നെ ഒരു ശാസ്താംപാട്ടോടുകൂടിയുള്ള ഒരു പ്രതിഷ്ഠയായിരിക്കണം നടത്തേണ്ടത് എന്നുള്ള ഒരു തീരുമാനം കമ്മിറ്റി എടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഇരുന്നത്.
ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ മണ്ഡപത്തിൻ്റെ പാർക്കിംഗ് ഏരിയ വിപുലീകരിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് തന്നെ 22 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും അത് ലെവൽ ചെയ്ത് മുൻവശമുണ്ട്, ക്ഷേത്രകുളത്തിന് മുൻവശമുണ്ടായിരുന്ന വാഴ തൈകളും മറ്റും പറിച്ച് പുതിയതായിട്ട് വാങ്ങിച്ച സ്ഥലത്തേക്ക് പറിച്ചിടുകയും അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് മാറുകയും ചെയ്തു. ഒപ്പം തന്നെ കഴിഞ്ഞ ഉത്സവത്തിന് ഞങ്ങളിവിടെ അനൗൺസ് ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു 1 വേ സംവിധാനം. ഉത്സവത്തിന് വേണ്ടത്ര പാർക്കിംഗ് ഉണ്ടെങ്കിൽ പോലും ഉത്സവ സമയത്ത് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സമയത്ത് ഒരു 1 വേ സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അമ്പലത്തിൻ്റെ പുറകുവശം ഒരു 16 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്ന സമയത്താണ് നമ്മുടെ ഈ അയ്യപ്പൻ്റെ ശ്രീകോവിൽ നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്. പക്ഷേ എന്നായിരുന്നാൽ പോലും ഈ അടുത്ത ഉത്സവത്തിന് മുമ്പ് ഈ മണ്ഡലക്കാലത്ത് തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കണമെന്ന് കമ്മിറ്റി ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്ന് ഡിസംബർ 15-ാം തീയതി ഈ പൂനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ ശ്രീ അയ്യപ്പൻ്റെ ശ്രീകോവിൽ ഇന്ന് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. ഏകദേശം 14 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വന്നിട്ടുള്ളത്. ഇനി ഒത്തിരിയേറെ ഒരു പദ്ധതികൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂനൂർ മഹാദേവ ക്ഷേത്രത്തെ പറ്റി അതിൻ്റെ ഖ്യാതി നമ്മുടെ നാട്ടിൽ നിന്നും പുറം നാട്ടുകളിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മണ്ഡപത്തോടനുബന്ധിച്ച് തന്നെ പുറമെ ഇതിൻ്റെ അമ്പലത്തിൽ തൊഴാനായിട്ട് ദൂരെ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരാനുണ്ട്. അവർക്കുള്ള താമസ സൗകര്യത്തിനോടുകൂടി നമുക്കൊരു താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരു നല്ലൊരു സമുച്ചയം കൂടി നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മഹാദേവ മണ്ഡപത്തിൻ്റെ AC സംവിധാനവും ഒപ്പം തന്നെ ബാത്റൂം സംവിധാനം, ആധുനിക രീതിയിലുള്ള ഒരു ബാത്റൂം സംവിധാനവും നമ്മൾ വിഭാവനം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ വേറൊരു പദ്ധതിയുണ്ട്. ഇവിടെ ഒരു വെങ്ങമല പ്രദേശത്ത് ഒരു ക്ലിനിക്ക്, ഒരു ചെറിയ ആശുപത്രിയുടെ അഭാവമുണ്ട്. ശരിക്കും ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരെയാണ് മറ്റ് ഹോസ്പിറ്റലുകളുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ ക്ലിനിക്ക്, ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ ലാബ് കൂടി തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചുരുങ്ങിയത് 2 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെയും പണിപ്പുരയിലാണ്. ഏകദേശം നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ഒരു പണി അത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് പൂനൂർത്തേവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മളൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. നമ്മൾ നിന്ന് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. മഹാദേവ മണ്ഡപത്തിൻ്റെ പണിയെല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണ്. വിവാഹം, അതുപോലെ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതുപോലെ ഡാൻസ് ക്ലാസ്സുകൾ, കരാട്ടെ, പിന്നെ ഹിന്ദി പഠന ക്ലാസ്, ഇതൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് ഇപ്പോഴും നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് സ്ഥലം അനുവദിക്കാവുന്നതാണ്. ഇതൊന്നും നമ്മൾ പൈസ മേടിച്ചിട്ടൊന്നുമല്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നു. പുറമേ നിൽക്കുന്ന ആർക്കും ക്ഷേത്രത്തിൽ നല്ല ഐശ്വര്യവും നല്ല സമ്പത്തും ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നത്. അപ്പോൾ പല മോഷണ ശ്രമങ്ങളൊക്കെ ഇവിടെ നടന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കമ്മിറ്റിയൊക്കെ ആലോചിച്ച് ഇവിടെ CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതും നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ അനുഗ്രഹവും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദക്ഷിണാമൂർത്തിയുടെയും മഹാഗണപതിയുടെയും അനുഗ്രഹവും ഐശ്വര്യദായിനിയായ ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹവും കലിയുഗ വരദനായ ധർമ്മശാസ്താവിൻ്റെയും ഈ ഭൂമിയുടെ അവകാശികളായ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ബ്രഹ്മരക്ഷസിൻ്റെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും ജൈത്രയാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി